ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഇല്ലേ? ഏതാണ്ടല്ല, അതുപോലെ തന്നെ ഉണ്ട്. യെസ്, ആരാ? തമ്പിയോ? ശരി, വരാൻ പറയും. ആരാ ഈ തമ്പി? വരട്ടെ, പറയാം. മേ കമിങ്? യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ തമ്പി IPS. IPS ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞില്ലല്ലോ. എന്റെ അനുജത്തി കുഞ്ഞുമോളുടെ ക്ലാസ്മേറ്റ്. ഇളയരാജയെ തോൽപ്പിക്കുന്ന സംഗീത സംവിധായകനാകാൻ വേണ്ടി ഓടി നടന്ന മ്യൂസിക് കമ്പോസർ, കോളേജിലെ പെൺകുട്ടികളുടെ ഹരം, ഇപ്പോൾ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ. താങ്ക് യു. ആവശ്യത്തിന് തോക്കും മറ്റായുധങ്ങളും കിട്ടാതെ ദേവയ്യനെ പിടിക്കാൻ കഴിയാതെ സീനിയർ ഓഫീസർമാരെല്ലാം ഒടിച്ചോടുമ്പോ ആ ജോലി സധൈര്യം ഏറ്റെടുത്ത ധീരൻ. എടത്വ സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും ഇടത്തോട്ടുള്ള വഴിയിൽ 2 ഫർലോങ് നടന്നാൽ വീട്, അച്ഛൻ, അമ്മ. കർഷക തൊഴിലാളിയായ വേരിക്കൽ മത്തായിയുടെ ഏകമകൻ തമ്പി മാത്യൂസ്. മൂത്ത സഹോദരി വിവാഹം. ഇനി വിശദീകരിക്കണ്ട, എല്ലാം കുഞ്ഞുങ്ങൾ പറഞ്ഞായിരിക്കും അല്ലേ? ഇനിയിപ്പോ മുഖവര വേണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ബേബിച്ചന്റെ സഹായം വേണം. ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഓപ്പറേഷനിലൂടെ ദേവേനെ പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാട്ടിലേക്ക് 2 ബറ്റാലിയൻ പോലീസിനെ കൊണ്ട് കയറി ചെല്ലുക, പോലീസ് വല വീശി ചൂണ്ടയിട്ടു, ദേവേനെ ഇന്ന് പിടിക്കും നാളെ പിടിക്കും, പത്രങ്ങളിൽ ഹെഡ്ലൈൻസ്, ഫോട്ടോസ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. മോറോവർ, ഇതിൽ ഓർഡർ എന്ന പൊളിറ്റീഷ്യൻസിനും അവരുടെ താല്പര്യങ്ങൾ വേറെ ഉണ്ടാകും. ആ നിലയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ മെസ്സേജുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ്. ഇപ്പോ ദേവയെ മാത്രമല്ല, മറ്റു ചിലരും കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന പുതിയ ഇൻഫർമേഷൻ. ആരൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഏതായാലും ഇവരെല്ലാം കൈയോട് പിടിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. ബേബിച്ചാന്റെ ഫാദർ വനവകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ. ഫയലുകളൊക്കെ ഞാൻ നോക്കി. ഒന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇതിന് എഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹം എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ബേബിച്ചാനാണെങ്കിൽ ആദ്യകാലത്ത് ഇതിനൊക്കെതിരായിട്ട് പബ്ലിക് മൂവ്മെന്റ്സ് നടത്തിയ ആളുമാണല്ലോ. ഇക്കാര്യത്തിൽ ബേബിച്ചാനെ പോലുള്ള ആൾക്കാർക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആയിരിക്കും. ഈ കാര്യത്തിൽ എന്റെ എന്ത് സഹായവും എപ്പോഴും പ്രതീക്ഷിക്കാം. ആരാണ് ഈ ഉഷ? ഒരു ജേർണലിസ്റ്റ് ആണ്, പിന്നെ ലേശം കവിതയുണ്ട്. ഓഹോ. ഏതായാലും ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തകർക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾ പോലീസുകാരെ ശത്രുക്കളായിട്ടും പ്രകൃതി സംരക്ഷണ വിരുദ്ധരുമായിട്ടൊക്കെയാണ് കാണുന്നത്. അവരെയും കൂടെ കണ്ട് ചില ഇൻഫർമേഷൻസ് കിട്ടിയാൽ